പ്ലാന്റ്സിനോട് ഭയങ്കര ഒബ്സഷൻ ഉള്ള ഒരാളാണ്. എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവും. ഈ പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നതും അതിനെ നടുന്നതും അതിന് വെള്ളം ഒഴിക്കുന്നതും ജസ്റ്റ് സിംപ്ലി അതിനെ നമ്മുടെ ലിവിങ് ഏരിയയിൽ പ്ലേസ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു അടിപൊളി ഫീലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് പ്ലാന്റ്സ്. ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ ഈ പ്ലാന്റ്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബോട്ടിൽ ആർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോവിഡിൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോബി ആയിരുന്നു. അപ്പം അന്ന് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള 2 ബോട്ടിൽസാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ മുകളിൽ ഡിസൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ വരച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ആക്രിലിക് പെയിൻ്റാണിത്. ഇത് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള പെയിൻറ്റ്സാണ് കേട്ടോ. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർസ് വരച്ച് കൊടുക്കുകയാണ്. ഒരു നൈറ്റ് ടീമിലാണ് വരയ്ക്കുന്നത്. ഇതും ഒരു നൈറ്റ് ടീമിൽ വരുന്ന ഡിസൈനാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും ഒരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡ് വരുന്ന പെയിൻറ് യൂസ് ചെയ്തിട്ട് 3 ഞാൻ വരച്ചു കൊടുക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ പിൻട്രസ്റ്റിലോ എവിടെ നിന്നെങ്കിലും എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡിലുള്ള ക്രിയേറ്റിവിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ട് മറന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഡിസൈൻസൊക്കെ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് തന്നെ എടുത്ത് വരച്ചിട്ടുള്ളതാണ്. ഗ്ലാസ് ബോട്ടിൽസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ സെക്ഷൻ ആക്കിയിട്ട് ഓരോ കളേഴ്സ് പെയിൻ്റ് അടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് മൊത്തം പേസ്റ്റൽ കളേഴ്സാണ്. അപ്പം എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരു അടിപൊളി ലുക്കായിരിക്കും. എഗെയിൻ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലും ചെറുതായിട്ടൊരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പം ഓരോ ബമ്പിൻ്റെ മുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ 2 ഗ്ലാസ് ജാർസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൻ്റെ മുകളിലൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഹേർട്ട് ഷേപ്പിൽ വരുന്ന ഡിസൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹണ്ടിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്ബേഴ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് എന്താ പറയുക ഇതുപോലത്തെ പ്ലാന്റ്സ് ഞാൻ പിക്ക് ചെയ്യുകയാണ്. അധികവും ഞാൻ എടുത്തിട്ടുള്ളത് മണി പ്ലാന്റ്സ് ആണ്. മണി പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മെയിൻ്റെനൻസ് മതി. ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് വളർന്നോളും. അപ്പം ഞാൻ മണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ബോട്ടിൽസിലൊക്കെ ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ പ്ലാന്റ്സ് ഇട്ടിട്ടുള്ളതാണ്.
ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഈ ഒരു വിൻഡോ സൈഡിലായിരുന്നു ഞാൻ പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു സൈഡ് ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ആൻഡ് ഐ ലവ് ദ ഫൈനൽ റിസൾട്ട്.